അനിൽകുമാർ നമുക്കൊപ്പം ചേർന്നു. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോഴെന്തായാലും ഇതാ ഈ ഇ ഡി നോട്ടീസ് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അടക്കം. എന്ത് തുടർ നടപടി ഉണ്ടാകും? താങ്കൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണമുള്ളത്? ഇത്തരം കാര്യങ്ങളെ രംഗത്തിറക്കുക എന്നുള്ളത് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലായിടത്തും. കേരളത്തിൽ താമസിക്കാൻ കാരണം വേറൊന്നുമില്ല. ഇതിനകത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. ഒന്ന്, കേരളം എന്ന് പറയുന്ന നാടിനെ വികസിപ്പിച്ചതിൽ കിഫ്ബിയുടെ പങ്ക് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ മഹത്തായ ധനകാര്യ സ്ഥാപനത്തെ പടുത്തുയർത്തിയപ്പോൾ അതിന്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി RBI നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ് മസാല ബോണ്ട്. രാജ്യത്ത് മസാല ബോണ്ട് സ്വീകരിക്കാൻ അനുവാദമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വളരെ പരിമിതമാണ്. അതിലൊന്നാണ് കിഫ്ബി. അങ്ങനെ ധനകാര്യ സ്ഥാപനത്തിന് പണം നൽകാൻ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാവും. ആവശ്യത്തിന് ഫണ്ട് കേരള വികസനത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ചാനലായിട്ട് കിഫ്ബിയെ ഉപയോഗിക്കാനാവും. അത് തടയണമെന്നാണ് കേന്ദ്രത്തിന്റെ താല്പര്യം. അതിന് കേന്ദ്രം വളരെ ബോധപൂർവ്വം കിഫ്ബിയെ തകർക്കാൻ നോക്കുന്നു. ഇവിടെ ഏത് കാര്യമാണ് വിശദീകരിക്കാത്തത്? ഇപ്പൊ മുരളീധരൻ പറയുന്നത് ഇത് ഏതാണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുമെന്നാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഡൽഹിയില്. രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പുതിയ കേസ്. പക്ഷെ അതിലെ പ്രത്യേകത എന്താണ്? രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വ്യക്തിപരമായ ട്രസ്റ്റിന്റെ പേരിലേക്കാണ് നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് വന്ന് വീണത്. അത് അവരുടെ അക്കൗണ്ടിൽ അവര് ഇൻകം ടാക്സിന് ഹാജരാക്കിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്തല്ല. ആ സ്വത്ത് വിഴുങ്ങിയതാണ് EDയുടെ കേസ്. അല്ല, ഇപ്പൊ ഉണ്ടായിട്ടുള്ള പുതിയ കേസ്. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ അങ്ങനത്തെ അക്കൗണ്ട് ഇല്ലല്ലോ. എല്ലാ അക്കൗണ്ടും ഇവിടെ കിഫ്ബി മാത്രമാണ്. അതിന്റെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു. ഇപ്പോഴല്ല, 5 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് ഈ കൃത്യമായ അക്കൗണ്ട് കൈമാറിയെന്ന് മാത്രമല്ല, പണം തിരിച്ചടച്ചതിന്റെ രേഖകൾ ഹാജരാക്കി. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, അത് CNDG കണക്ക് പരിശോധിച്ചു. ആ കണക്ക് നിയമസഭയിൽ വന്നു. ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇവർക്ക് EDയുടെ സംശയം എന്ന് മാത്രമേ ഉള്ളൂ. കിഫ്ബിയെ വിവാദത്തിലാക്കണം. അല്ല, ED പറയുന്നത് ഈ മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് EDയുടെ ആരോപണം. അതിനല്ലേ RBIയുടെ അനുമതി. നിങ്ങള് കിഫ്ബിക്ക് വേണ്ടി രാജ്യത്തിനകത്ത് പണം സ്വീകരിച്ചത് തെറ്റല്ലല്ലോ. രാജ്യത്തിന് പുറത്തുനിന്ന് പണം സ്വീകരിക്കണമെങ്കിൽ അതിന് അനുമതി കിട്ടണം. അനുമതി ആര് തരണം? തരേണ്ടത് RBI ആണ്. RBI അനുവാദമില്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് പണം ഏറ്റുവാങ്ങണം. സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, RBIയുടെ അനുവാദമില്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്ക് ഈ പണം സ്വീകരിക്കുമോ? അവർ കൃത്യമായിട്ടും വിവരം കൈമാറണ്ടേ? ബാങ്കുകൾ കൈമാറിയില്ല. ഞങ്ങൾ ഈ പണം സ്വീകരിച്ചു, RBIയുടെ ലൈസൻസ് പ്രകാരം ഈ പണം കിഫ്ബി സ്വീകരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബാങ്കിലെ പണം വന്നത്. ആ ബാങ്കുകൾ RBIക്ക് കണക്ക് കൊടുത്തിട്ടില്ലേ? കിഫ്ബിയെ കണക്ക് കൊടുത്തിട്ടില്ലേ? ഇതിൽ ഏതിനാ സംശയമുള്ളത്? അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ കളിയാണ്. ഈ യുദ്ധത്തെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കാരണം കേരള വികസനത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് കേരളത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയും ഗവൺമെന്റുമാണ് ഇന്ത്യയിലുള്ളത്. അവരെ കൂടെ മറികടന്നാണ് കേരളം നേടുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ലോകത്തോട് പറയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നു. അപ്പോൾ അതേ സമയത്ത് പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കുവാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതു തരത്തിൽ പ്രതിരോധിക്കും CPM? അല്ല, കോൺഗ്രസുകാര് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ട് അവർക്ക് എത്ര സീറ്റ് കിട്ടി? അവർ മുന്നോട്ട് പോയോ പുറകോട്ട് പോയോ? എന്തെല്ലാം കെട്ടുകഥയും പറഞ്ഞു നടന്നു ഇത്രയും കൊല്ലക്കാലം. ക്യാമറ അഴിമതി എന്തായി? ഹൈക്കോടതിയിൽ സതീശനല്ലേ തോറ്റത്? അതുപോലെ K-ഫോൺ അഴിമതി കള്ളക്കഥ പറഞ്ഞില്ലേ? ആരാണ് തോറ്റത്? പ്രതിപക്ഷം എന്നെ ആയുധമാക്കാറുള്ളത്. തൽക്കാലം ഇപ്പൊ അവരുടെ തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തൽക്കാലം ഇത് ഉപയോഗിക്കാമെന്നാണോ കരുതുന്നത്? നമുക്ക് ആ ചന്ദ്രശേഖരന്റെ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാലോ ED ഒരു കേസെടുക്കട്ടെ. കോൺഗ്രസ് ആവശ്യപ്പെട്ട് കണ്ടില്ലല്ലോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭൂമി കച്ചവടം, അല്ലെ സംസ്ഥാന സെക്രട്ടറി അഴിമതി നടത്തി. കരുവന്നൂർ എന്ന് നിലവിളിക്കുന്ന കോൺഗ്രസുകാര് എന്തുകൊണ്ടാണ് അവിടെ തിരുവനന്തപുരത്തെ ഈ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ബാങ്കിന്റെ പേര് കോൺഗ്രസുകാർക്കറിയാവോ? ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. കൂട്ടുകച്ചവടമാണ്. ഇതെല്ലാം പൊളിക്കാനാണ് ഈ യുദ്ധം സഹായിക്കുക എന്നാണ് ഞങ്ങൾ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. എന്ത് മറുപടി നൽകും, എന്ത് തുടർ നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. അജ്ഞ രവീന്ദ്രൻ കൂടി തുടരുന്നുണ്ട്. അജ്ഞ, എന്തായാലും ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിവെക്കുകയാണ്. പ്രതിപക്ഷം വലിയ ആയുധമാക്കുമ്പോൾ ഞങ്ങൾക്കിതൊരു വിഷയമേ അല്ല എന്ന് CPM പറയുന്നു. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഒരു നടപടി അത് ഉണ്ടാകുമ്പോൾ എന്ത് മറുപടി നൽകും, അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും തോമസ് ഐസക്കിന് കിഫ്ബി ഇടപാടുമായി ബന്ധപ്പെട്ട് ഫെമ ചട്ട നിയമലംഘനം നടത്തിയെന്നും കാണിച്ച് നേരത്തെയും നോട്ടീസ് അയച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ സമൻസ് തന്നെയായിരുന്നു അയച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഇത്തരത്തിലൊരു EDയുടെ ഇടപെടൽ ഉണ്ടാക്കി, അതും അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ കഴിഞ്ഞ 3 മാസം മുൻപാണ് ED റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും അതുപോലെ KM എബ്രഹാമിനും കിഫ്ബി CEO KM എബ്രഹാമിനും നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നാണ് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. നിർദ്ദേശത്തിന് ശേഷമായിരിക്കും ഭവ്യ സൂചിപ്പിച്ചതുപോലെ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതേസമയം മസാല ബോണ്ട് ഉപയോഗിച്ച് സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വഴിമാറ്റി ചിലവഴിച്ചു എന്ന് കാണിച്ചാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഫെമ ചട്ട നിയമലംഘനം കണ്ടെത്തിയിട്ട് തന്നെയാണ് ED ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം 2019 ഇതുമായി ബന്ധപ്പെട്ടത് കിഫ്ബിയുടെ ധനസമാഹരണത്തും ഈ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 9.72% പലിശ നിരക്കിൽ വിൽക്കുന്ന സാഹചര്യമുണ്ടായത്. അതിലൂടെ 2150 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. ഈ പണമാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ വഴിമാറ്റി ചിലവഴിച്ചു. വിദേശ നാണ്യ നിയമ ചട്ടലംഘനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും മസാല ബോണ്ട് ഇന്ത്യൻ റുപ്പി, അതായത് അതിൻ്റെ രൂപയുടെ വിലയിൽ തന്നെയാണ് മസാല ബോണ്ട് വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വിറ്റഴിക്കുന്നതും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് ഡയറക്റ്റ് ഈ പറഞ്ഞതിൽ വിദേശ കറൻസികളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെയാണ് മസാല ബോണ്ടുകൾ വിറ്റഴിക്കുന്നത്. 2014 ഈ ഒരു സിസ്റ്റം ആരംഭിച്ചതും 2019 മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കിഫ്ബി യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടുകൾ ഇറക്കാം എന്നൊരു തീരുമാനമാക്കിയതും അതിനുശേഷം 2150 കോടി രൂപ അതിൽ നിന്ന് സമാഹരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഇപ്പോൾ ED ആയുധമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ തോമസ് ഐസക്കിന് 2 തവണ ED നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും, മുൻ ധനമന്ത്രിയാണ് തോമസ് ഐസക്ക്, അതുപോലെ കിഫ്ബി CEO KM എബ്രഹാമിനും നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതിലെ വിശദീകരണങ്ങൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ഇവർ നൽകിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു നീക്കം, കേന്ദ്ര ഏജൻസിയുടെ നീക്കമുണ്ടായത് അത് CPM-നെ നിലയ്ക്ക് നിർത്താൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലയ്ക്ക് നിർത്താനുള്ള BJP-യുടെ ആയുധമാണ്, ഭയപ്പെടുത്തൽ ആയുധമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ബാന്ധവം മറ്റുള്ളവർക്ക് വ്യക്തമാക്കാനുള്ള നീക്കം കൂടിയാണ് എന്നുള്ള ആരോപണങ്ങളും നമ്മൾ ചർച്ചയിൽ തന്നെ കേട്ടതാണ്. അത്തരം ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയ ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമാവുക. അല്ലെങ്കിൽ ഇവർക്ക് നോട്ടീസാണ് അയച്ചിരിക്കുന്നത്, അതായത് വിശദീകരണം നൽകാനുള്ള നോട്ടീസാണ് നിലവിൽ അയച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. അതിന് വിശദീകരണം നൽകിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ഭവ്യ.